അബ്രാം എന്ന അബ്രഹാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം തൊട്ട് നമ്മൾ ഈ അസാധാരണക്കാരനായ ഒരു മനുഷ്യനെ കാണുകയാണ്. സാധാരണ മനുഷ്യരിൽ നിന്നെല്ലാം വേറിട്ട സ്വഭാവമുള്ളൊരു മനുഷ്യൻ. സങ്കീർത്തനങ്ങളിൽ പറയുന്നു, ദൈവം എല്ലാവർക്കും നല്ലവൻ. എല്ലാവർക്കും നല്ലവനാകാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അബ്രഹാമിനെ കുറിച്ച് എന്ത് പറയും? അബ്രഹാം എല്ലാവർക്കും ഒരാശ്വാസം. പ്രായം കഴിഞ്ഞു, കല്യാണം നടന്നില്ല, ജോലി കിട്ടിയില്ല, ചെറുപ്പക്കാരെല്ലാവരും അവരവരുടെ നിലകളിലെത്തി, എൻ്റെ കാര്യം ബുദ്ധിമുട്ടിലായി എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അബ്രഹാമിൻ്റെ ചരിത്രം വായിക്കണം. സമാധാനത്തിന് വേണ്ടി, കുടുംബ സമാധാനത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്ത മനുഷ്യർ ഇന്ന് നമുക്ക് കാണുന്നുണ്ട്. ചേട്ടനും അനിയനും കൂടെ സ്വത്തിൻ്റെ തർക്കം ഉണ്ടാകുമ്പോൾ ഒരാൾ പറയാണ്, നമുക്ക് സമാധാനമാണ് വലുത്, സ്വത്ത് നീ എടുത്തോ. അപ്പോൾ അതിനെ ഓർത്ത് പിന്നീട് ദുഃഖിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അബ്രഹാമിൻ്റെ അടുക്കെ വന്ന് ചോദിക്കുക, അദ്ദേഹത്തിന് അന്വേഷിക്കുക, നിങ്ങൾക്ക് ധൈര്യം കിട്ടും. ഇനി ദൈവത്തെ ഉയർത്താൻ വേണ്ടി, ദൈവമഹത്വത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തൊരു മനുഷ്യൻ. ഒരു രാജാവെന്ന് കേട്ടാൽ തന്നെ നമ്മൾ മുട്ടടിക്കും. ഇത് 4 രാജാക്കന്മാർ റെഡിയായിട്ട് നിന്നിട്ട് പറയാണ്, സ്വത്തെല്ലാം നീ എടുത്തോ. ഈ മനുഷ്യനെ ആ നാട്ടുകാർ ദൈവത്തിൻ്റെ പ്രഭു എന്നാണ് വിളിക്കുന്നത്. ആ മനുഷ്യൻ പറഞ്ഞു, നീ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നാളെ പറയും, അതിൻ്റെ ദൈവത്തിന് നാളെ കേടാ. അതുകൊണ്ട് ഒരു ചെരുപ്പാകട്ടെ, ചെരുപ്പിൻ്റെ വാറാകട്ടെ എനിക്ക് വേണ്ട. ഈ മനുഷ്യൻ ഒന്നും എടുത്തില്ല. കർത്താവിനങ്ങ് മഹത്വമായി. പിന്നെയോ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹമൊക്കെ വേണം, പക്ഷെ ദൈവത്തെക്കുറിച്ച് പറയാൻ നമുക്കൊരു നാണമാണ്. പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥര്, സഹപ്രവർത്തകര്, ധനവാന്മാരായ സുഹൃത്തുക്കളുടെയൊക്കെ മുമ്പിൽ, പ്രത്യേകിച്ച് അവർ ദൈവത്തെ അറിയാത്ത മനുഷ്യരാണെങ്കിൽ, ദൈവം ഇല്ല എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിൽ, അവരുടെ മുമ്പിൽ അവരെ ഡിസപ്പോയിന്റ് ചെയ്യാതിരിക്കാൻ നമ്മളങ്ങ് മിണ്ടാതിരിക്കുന്ന പതിവ്. ഇനി അഥവാ അതിന്റെ പരാതി അങ്ങ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തീർത്തേക്കാം. സഭായോഗത്തിന് വന്ന് ഞങ്ങളങ്ങ് കൈയടിച്ച് തകർത്ത് ആരാധിച്ചേക്കാം. സഭയിലുള്ളവരോട് ഞങ്ങളങ്ങ് സുവിശേഷം പറഞ്ഞേക്കാം. അബ്രഹാം പരദേശിയായി ചെന്ന സ്ഥലത്ത് ആൾക്കാരുടെ ഇഷ്ടമോ അനിഷ്ടമോ നോക്കിയില്ല. അവൻ പറഞ്ഞു, ഇതെന്റെ ലൈഫ് സ്റ്റൈലാണ്, ഞാൻ വന്നിടാം. അവിടെ അവൻ യാഗപീഠം പണിതു. 1 അല്ല 2 അല്ല 3 അല്ല, അതിലധികം യാഗപീഠം അവൻ പണിതു. ദൈവത്തെ ആരാധിച്ചു. ആൾക്കാരെന്ത് വിചാരിക്കുന്നു എന്നില്ല, അതിന്റെ പേരിൽ നീക്ക് എന്നോടുള്ള ഇഷ്ടം പോകുന്ന ഈ പോക്കോ, കുഴപ്പമില്ല. പക്ഷെ നാട്ടുകാർ ഇവനെ വിളിച്ചു ദൈവത്തിന്റെ പ്രഭു. ഇവൻ പറഞ്ഞു ഇവനെക്കുറിച്ച് തന്നെ, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്ന് പാർക്കുന്നവനും പരദേശി. അവർ പറഞ്ഞു, നോ, നീ ദൈവത്തിന്റെ പ്രഭു. ഈ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെടണം. അല്ല, വിട്ട് പുറപ്പെടണമെന്നുള്ളത് ഇന്നും ആപ്ലിക്കബിൾ ആണ്. ഒരു വിശ്വാസിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി, പ്രത്യേകിച്ച് ഈ ആധുനിക കാലത്ത് ഒരു മനുഷ്യന്റെ മനസ്സിനെ തകർക്കാൻ പിശാചി തക്കം പാർത്തിരിക്കുന്നു. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഇടയുള്ള, പ്രയോജനമുള്ളവനാണെന്ന് കാണുന്ന ഒരുത്തനെ സാത്താൻ മീഡിയയിലൂടെ, മൂവിയിലൂടെ, ലോകപ്രകാരമുള്ളൊരു പാട്ടിലൂടെ, സംസാരത്തിലൂടെ, ലൗകിക സന്തോഷങ്ങളിലൂടെ ഇടർച്ച വരുത്താൻ നോക്കുമ്പോൾ ഈ വചനം ആപ്ലിക്കബിൾ ആണ്. വിടുക, പുറപ്പെടുക. കയ്യിൽ ചെളിപറ്റി, അയ്യോ ചെളിപറ്റിയല്ലോ എന്ന് പറഞ്ഞ് 1 മണിക്കൂർ വിഷമിച്ചിരിക്കരുത്. അടുത്ത ടാപ്പിൽ കഴുകുക, മുന്നേറുക, മുന്നോട്ട് പോകുക, നിൽക്കരുത്. പിടിച്ചു നിർത്താൻ നോക്കും, അത് ഈ ലോകത്തിന്റെ വ്യാപാരമാണ്. പക്ഷെ മുന്നോട്ട് പോകുക, നടക്കുക. നടക്കുമ്പോൾ തന്നെ വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ നാമത്തിലും അവന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിപ്പീൻ. അതെ, നടന്നുകൊണ്ട് തന്നെ, സഞ്ചരിച്ചുകൊണ്ട് തന്നെ, ആത്മീയാത്രയിൽ തന്നെ ശുദ്ധീകരണവും പ്രാപിച്ച് മുന്നേറാം. പിന്നെ ദേശം, ചർച്ചക്കാർ, പിതൃഭവനം. ദേശം എന്താ? ദേശത്ത് നമുക്കൊരു പിടിയുണ്ട്. ഒരു വിഷയം ഉണ്ടായാൽ പോലീസ് നമ്മുടെ പരിചയക്കാരൻ, കോടതി നമുക്കടുത്ത്, രാഷ്ട്രീയക്കാരുണ്ട്, പണമുണ്ട്. പക്ഷെ വിദേശത്ത് ചെന്നാൽ ഇതൊന്നുമില്ല. അവിടെ പ്രയാസമാണ്. ഇവിടെ നടക്കുന്ന പോലെ അവിടെ നടക്കത്തില്ല. ചർച്ചക്കാരിൽ നമുക്ക് സന്തോഷമുണ്ട്, കൂട്ടുകാരിൽ ആനന്ദമുണ്ട്, പിതൃഭവനത്തിൽ നമുക്ക് അവകാശമുണ്ട്, ഓഹരിയുണ്ട്. കർത്താവ് പറഞ്ഞത് ഇത് 3 വിട്ടോ. മറ്റുള്ളവരിലുള്ള പിടി, ചർച്ചക്കാരിലുള്ള സന്തോഷം, പിതൃഭവനത്തിലുള്ള ഓഹരി വിട്ടോ, പുറപ്പെട്ടോ. അപ്പോൾ എന്താണ് എൻ്റെ പിടി? അത് ദൈവമാണ്, വചനമാണ്. എൻ്റെ സന്തോഷം ദൈവസാന്നിധ്യത്തിലാണ്, വചന വെളിപ്പാടിലാണ്. എൻ്റെ അവകാശം യഹോവ തന്നെ അവകാശം. ഇങ്ങനെ ഒരു അബ്രഹാം. അവനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമാകും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഭൂമിയിലെ സകല വംശങ്ങൾക്കും നീ ഒരു അനുഗ്രഹമാകും. അല്ലെങ്കിൽ നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. കേൾക്കുമ്പോൾ രസമാണെങ്കിലും അബ്രഹാം
ഇതിനെ സമീപിച്ചത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്ന ഒന്നാണ്. തൻ്റെ ജീവിതകാലത്ത് ഇതിൻ്റെ എല്ലാം ഒരു നുറുങ്ങ ഈ മനുഷ്യൻ അനുഭവിച്ചുള്ളൂ. പക്ഷേ എല്ലാം കിട്ടിയവനെ പോലെ തികഞ്ഞവനായിട്ട് അല്ലെങ്കിൽ ഇതിനപ്പുറത്ത് കാണേണ്ടത് അവൻ കണ്ടു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതി, വാഗ്ദത്ത ദേശത്ത് അന്യദേശത്തെന്ന പോലെ വാഗ്ദത്തത്തിന് അവകാശികളായ കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. എന്ന് പറഞ്ഞാൽ യാത്ര പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫെയ്ത്ത് വർദ്ധിച്ചുകൊണ്ടിരുന്നു. പ്രോഗ്രസീവ് ഫെയ്ത്ത് ആയിരുന്നു. ജീവിതത്തിൽ വന്ന ഓരോ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഇദ്ദേഹം പാഴാക്കിയില്ല. അത് ദൈവത്തോടടുക്കാനുള്ള അവസരമാക്കി മാറ്റി. 2, ധൃതി കാണിച്ചില്ല. 75 വിളിച്ചു, 10 വർഷം കഴിഞ്ഞപ്പോഴാണ്, 75 തന്നെ ലേറ്റല്ലേ ആണ്, 85 ആയപ്പോഴാണ് ഒരു പ്രാവശ്യം കൂടാരത്തിലിരുന്ന് കരഞ്ഞ്, കർത്താവേ കുഞ്ഞിനെ തന്നില്ലല്ലോ എന്ന് പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ കേട്ട വാഗ്ദത്തങ്ങൾക്ക് ഒന്നിനും ധൃതി വെച്ചില്ല. 2, വിടുതലിനേക്കാൾ വാഗ്ദത്ത നിവൃത്തിയേക്കാൾ ദൈവശബ്ദത്തിന് വിലമതിച്ചു. ഉദാഹരണത്തിന് ലോത്തിന്റെ ഇടയന്മാരുമായിട്ട് ചെറിയൊരു കലഹമുണ്ടാകുന്ന സമയത്ത്, സാറയും ഹേഗാറുമായിട്ട് വഴക്കുണ്ടാകുന്ന സമയത്ത്, ഇസഹാക്കിനെ യാഗം കഴിക്കാൻ ദൈവം പറയുന്ന സമയത്ത്, എല്ലാം അനുഭവിച്ച പ്രയാസത്തെക്കാളും ടെൻഷനേക്കാളും കേട്ട ദൈവശബ്ദത്തിൽ ദൈവം എന്നോട് സംസാരിച്ചല്ലോ, ദൈവനെ അറിയുന്നല്ലോ, അതിനെ അങ്ങ് വിലമതിച്ചു ഈ മനുഷ്യൻ. ദൈവശബ്ദത്തെയും ദൈവ സാന്നിധ്യത്തെയും വിലമതിച്ചു. ഇനി വലിയൊരു ജാതിയാക്കുമെന്ന് പറഞ്ഞു. ഉൽപ്പത്തി 15 നമ്മൾ കാണുകയാണ്. നീ കൂടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണാമെങ്കിൽ എണ്ണുക, നിന്റെ സന്തതി വണ്ണമാകും. ഈ മനുഷ്യൻ വിശ്വസിച്ചു. ദൈവം അത് അവന് നീതിയായി കണക്കിട്ടു. ആ ഒരൊറ്റ വചനത്തെ ആസ്പദമാക്കിയാണ് വിശ്വാസത്താലുള്ള നീതീകരണം എന്നൊരു സബ്ജക്റ്റേ വന്നത്. റോമാലേഖനത്തിൻ്റെയും ഗലാത്യ ലേഖനത്തിൻ്റെയും എല്ലാം അടിസ്ഥാനം ഈ ഒരൊറ്റ വചനമാണ്. കാരണം ഈ മനുഷ്യൻ അന്ധമായിട്ട് ദൈവത്തെ വിശ്വസിച്ചു. നിന്നെ അനുഗ്രഹിച്ച് പേർ വലുതാക്കുമെന്ന് പറയുമ്പോൾ രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ച് മടങ്ങി വരുമ്പോൾ ശാലേം രാജാവ്, ദൈവത്തിൻ്റെ പുരോഹിതൻ, അദ്ദേഹം വന്ന് അപ്പവും വീഞ്ഞുമായിട്ട് വന്ന് അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹം അതുവഴി മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പേര് വലുതായി. സോദാം രാജാവിന്, ലോത്തിന്, ഹാഗാറിന് ഇദ്ദേഹം ഒരു അനുഗ്രഹമായി. ഇദ്ദേഹത്തിനെ അനുഗ്രഹിച്ചവർ അനുഗ്രഹിക്കപ്പെട്ടു. ഉദാഹരണത്തിന് ലോത്തിനെ വീണ്ടെടുക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ആനേർ, എസ്കോൾ, മമ്രെ എന്നീ സ്നേഹിതരുമായിട്ടാണ് പോകുന്നത്. ഈ സ്നേഹിതരും വീട്ടിൽ ജനിച്ച അഭ്യാസികളായ 318 പേരുമായിട്ടാണ് പോകുന്നത്. ഈ സ്നേഹിതന്മാർ ഇദ്ദേഹത്തോട് ഉടമ്പടി ചെയ്തവരാണ്. ആ വിഷയത്തിൽ ഇവർ ഇദ്ദേഹത്തെ സഹായിച്ചത് കൊണ്ട് കിട്ടിയ വലിയ കൊള്ളയുടെ ഓഹരി 3 പേർക്കും കൊടുത്തു. ഇദ്ദേഹത്തിന് അനുഗ്രഹമായവർക്ക് ഇദ്ദേഹം ഒരു അനുഗ്രഹമായി. ഇദ്ദേഹത്തെ ആരെങ്കിലും ശപിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് ശാപമായി. അത് നമ്മൾ പിന്നീട് കാണുന്നത് ഇസ്രായേലിനെ ശപിച്ച ബിലയാമിനും മോബാബി രാജാവായ ബാലാക്കിനും ഒക്കെ സംഭവിച്ചതാണ്. പിന്നെ ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതി മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഈ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളിലും വാഗ്ദത്തത്തെ മുറിക്കാൻ അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ ഇദ്ദേഹത്തിന് മടിയുണ്ടായില്ല. തകർന്ന മനസ്സ്, നുറുങ്ങിയ ഹൃദയം, ഇങ്ങനെ ഈ മനുഷ്യൻ യാത്ര ചെയ്തു. ഓരോ വിഷയങ്ങൾ വന്നപ്പോഴും മുറിയാൻ തയ്യാറായിരുന്നു, തകരാൻ തയ്യാറായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്തം വിശ്വാസത്താൽ നാം പ്രാപിക്കണം. അപ്പോൾ വിശ്വാസം എന്താണെന്നും അതിൻ്റെ നടപ്പെന്താണെന്നും അതിലെന്തെങ്കിലും സാക്രിഫൈസ് ഉണ്ടോയെന്നും അതിലൊരു വർധനവ് വേണമെന്നും അതെങ്ങനെയാണെന്നും ഈ അബ്രഹാമിൽ നിന്ന് നമുക്ക് പഠിക്കാം. അങ്ങനെ വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്കും നമ്മുടെ തലമുറയ്ക്കും വരും, നമ്മുടെ സഭയ്ക്ക് വരും. നമ്മൾ ദൈവസഭ ദേശത്തിന് അനുഗ്രഹമാകും, രാജ്യത്തിന് അനുഗ്രഹമാകും. സഭയെ അനുഗ്രഹിക്കുന്നവർ, സപ്പോർട്ട് ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടും. സഭ മുഖാന്തരം സകല ദേശവും സകല ഭൂമിയും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിനെ പോലെ ഓരോ ദിവസവും നമുക്ക് വിശ്വാസത്തിൽ വർദ്ധിച്ചു വരാം. അന്ധമായിട്ട് ദൈവത്തെ വിശ്വസിക്കാം. പരിജ്ഞാനത്തെ കവിയുന്ന ദൈവസ്നേഹത്തെ തിരിച്ചറിയാം. അങ്ങനെ കർത്താവിനോട് കൂടുതൽ അടുക്കാം. ദൈവം കൃപ നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ, പേര് വലുതാക്കട്ടെ. ആമേൻ.